മൈൻഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ്. ഞാൻ ഡൽഹിയിൽ ഒരാവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന എയർപോർട്ടിൽ തിരിച്ചു വരാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡിൽ ലൗഞ്ച് ആക്സസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അവിടെ ഒരു ലൗഞ്ചിൻ്റെ ഡിസ്പ്ലേ കണ്ടപ്പോൾ ഞാൻ അവിടേക്ക് കയറി. ഞാൻ എൻ്റെ കാർഡ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ സ്റ്റാഫ് ലേഡി അത് നോക്കിയിട്ട് പറഞ്ഞു, ഈ കാർഡിനോട് ആക്സസ് ഇല്ലാട്ടോ. ഞാൻ അവർക്ക് ഷോക്കായി, കാരണം എൻ്റെ കാർഡിന് ലൗഞ്ച് ആക്സസ് ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ എൻ്റെ പേഴ്സ് കൊണ്ട് വേറെ 2 കാർഡ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴേ അവർ പറഞ്ഞു, ഇതൊന്നും എടുക്കേണ്ട, ഇതൊന്നും ഇവിടെ ആക്സസ് ഇല്ലാത്തത്. വളരെ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം അന്ന് വരെ എനിക്കറിയില്ലായിരുന്നു എല്ലാ കാർഡിനും എല്ലാ ലൗഞ്ചിലും ആക്സസ് ഇല്ല എന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ലൗഞ്ച്, എസ്പെഷ്യലി എയർപോർട്ട് ലൗഞ്ച്? ലൗഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിലാക്സ് ചെയ്യാനും വെയിറ്റ് ചെയ്യാനും അല്പം ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയ. അത്രയുള്ള ലൗഞ്ച് എന്ന് പറയുന്നത്. റിലാക്സ് ചെയ്യുന്നതിനേക്കാൾ ആൾക്കാരെ ഉപയോഗിക്കുന്ന മുഖ്യ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡാണ്. ഒട്ടുമിക്ക എയർപോർട്ടുകളിലും ഒന്നിൽ കൂടുതൽ ലൗഞ്ചുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഡൊമസ്റ്റിക്കലി ഇപ്പോൾ 2 ഉണ്ട്, ഇന്റർനാഷണൽ ഒരെണ്ണമുണ്ട്. എർത്ത് ലൗഞ്ച് എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് ഞാൻ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കയറാറുള്ളത്. നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് 2ാം നിലയിൽ. ഫുഡ് കോർട്ടോട് ചേർന്ന് എർത്ത് ലൗഞ്ച് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഒരു ലൗഞ്ചിൽ ന്യായമായിട്ട് നമുക്ക് കയറണമെങ്കിൽ ഏകദേശം 750 മുതൽ 1500, ചിലപ്പോൾ 2500 രൂപയിലേക്കാണ് ഓരോ ലൗഞ്ചുകളുടെ എൻട്രി ഫീസ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന് കോംപ്ലിമെന്ററി ആയി ലൗഞ്ച് ആക്സസ് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഫ്രീ ഫുഡ് കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ കയറുന്ന സമയം അനുസരിച്ച് രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച്, ഡിന്നർ ഒക്കെ ഫ്രീ ആയി പോയി കഴിക്കാം. അത് എപ്പോഴും ബുഫേ സംവിധാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പലതരം ഫുഡ് ഉണ്ടാവും, അത് കയറി കഴിയാം. ഞാൻ ഏകദേശം 2016 ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു മാനേജറാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഇപ്പൊ പുള്ളിയോട് ചോദിച്ചു കയ്യിലേറെ കാർഡിരിക്കുന്നു. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളത് ICICIയുടെ കോറൽ എന്നുള്ള ഡെബിറ്റ് കാർഡായിരുന്നു. ഡെബിറ്റും ക്രെഡിറ്റും 2 കോറൽ കാർഡായിരുന്നു. അന്ന് കോറൽ ഡെബിറ്റ് കാർഡിൽ ലൗഞ്ച് ആക്സസ് സൗകര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റി. അങ്ങനെ മുംബൈ എയർപോർട്ടിൽ അന്ന് കിങ്ഫിഷറിന്റെ ലൗഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ പോയി ആക്സസ് ഉണ്ടെന്ന് കണ്ടു, കയറി ഫുഡ് കഴിച്ചു, ഹാപ്പിയായി. പിന്നെ ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ ലൗഞ്ചിൽ കയറുക എന്ന് പറയുന്നത് യാത്രയുടെ മുഖ്യ ഭാഗമായിട്ട് മാറി. വെളുപ്പിനൊക്കെ 1 മണിക്കൂർ മുന്നെയൊക്കെ നേരെ എയർപോർട്ടിലേക്ക് പോവുക, ലൗഞ്ചിൽ പോയി നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോവുക. ഇതായിരുന്നു മെയിൻ അട്രാക്ഷൻ. പിന്നീട് കോവിഡിന്റെ സമയത്ത് ഒരുപാട് കാർഡുകൾ ഡീവാല്യൂ ആയി. അങ്ങനെ ലൗഞ്ച് ആക്സസ് പല കാർഡുകളും എടുത്ത് കളയുകയുണ്ടായി. എന്നാൽ വീണ്ടും ഒരു തിരിച്ചുവരവ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, മിക്ക കാർഡുകളിലും ലൗഞ്ച് ആക്സസ് കൊടുക്കുന്നതാണ്. അപ്പോൾ കോംപ്ലിമെന്ററി ആക്സസ് ഉപയോഗിച്ച് എങ്ങനെ ലൗഞ്ച് ആക്സസ് ചെയ്യാം? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കാർഡ് നോക്കുക, അതിൽ ലൗഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിൽ, പൊതുവെ ഡിപ്പാർച്ചേഴ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടിൽ ഏതൊക്കെ ലൗഞ്ചിലുണ്ടെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ കാർഡിന് ആ ലൗഞ്ചിൽ ആക്സസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം. മുൻപ് പറഞ്ഞ പോലെ എല്ലാ കാർഡിനും എല്ലായിടത്തും ആക്സസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന HDFC Regalia Gold ആണെങ്കിൽ HDFC Regalia Gold ആക്സസിബിൾ ലൗഞ്ചസ് എന്ന് സെർച്ച് ചെയ്യുക, അതിൻ്റെ ഒരു PDF കിട്ടും. അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ mynithi.com വെബ്സൈറ്റിൽ എയർപോർട്ട് ലൗഞ്ച് ആക്സസ് ഫൈൻഡർ എന്നൊരു പേജ് ഉണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് പോകേണ്ട ലൗഞ്ച് സെലക്ട് ചെയ്ത് അതിൽ നിങ്ങളുടെ കാർഡിന് ആക്സസ് ഉണ്ടോ നോക്കാം. അല്ല, കാർഡിന്റെ പേര് കൊടുക്കുമ്പോൾ അതിന് ആക്സസ് ഉള്ള എല്ലാ ലൗഞ്ചുകളെയും ലിസ്റ്റ് കാണാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ലൗഞ്ച് ആക്സസ് ഫൈൻഡർ mynithi.com വെബ്സൈറ്റിലുണ്ട്, കയറി നോക്കുക. അങ്ങനെ നിങ്ങളുടെ കാർഡിൽ ആക്സസ് ഉള്ള ലൗഞ്ച് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ചെയ്യുക. കൗണ്ടറിൽ ചെല്ലുമ്പോൾ 1 നമ്മുടെ കാർഡ് അവർക്ക് കൊടുക്കുക, 2 നിങ്ങളുടെ ബോർഡിംഗ് പാസ് അവരെ കാണിക്കുക. ഇത് 2 നിർബന്ധമാണ്. ഇത് 2 കാണിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യും. ഒരു നോമിനൽ എമൗണ്ട് അതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യും. നിങ്ങളുടെ ഒരു വിസ കാർഡ് ആണെങ്കിൽ 2 രൂപയാണ്, മാസ്റ്റർ കാർഡ് ആണെങ്കിൽ 25 രൂപയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക കാർഡുകളും, ഒരുപക്ഷെ ഒരു 80-90% കാർഡുകളിലും ആ കാർഡിന്റെ പ്രൈമറി ഹോൾഡറിനെ മാത്രമേ അലോ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൗഞ്ച് ആക്സസിൽ 2 കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 2 കാർഡുമായിട്ട് ഒക്കെ എൻ്റെ ഭാര്യയെ കൂടെ ലൗഞ്ചിൽ കയറ്റാം എന്ന് വിചാരിച്ച് പോകരുത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പോകരുത്. പ്രീമിയം കാർഡുകളിൽ മാത്രമേ ഗസ്റ്റിനെ കൊണ്ടുപോകാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനും ഒരുമിച്ച് വെക്കാനുണ്ടെങ്കിൽ 2 പേരുടെയും ഇൻഡിവിജ്വലി ലൗഞ്ച് ആക്സസ് ഉള്ള കാർഡുകൾ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്ക കാർഡുകളിലും പെർ ക്വാർട്ടർ ലൗഞ്ച് ആക്സസിന് ലിമിറ്റ് ഉണ്ട്. അപ്പം അവർ പറയും നിങ്ങളുടെ കാർഡിൽ ഒരു വർഷം 8 കോംപ്ലിമെന്ററി ലൗഞ്ച് ആക്സസ് ഉണ്ട്. പക്ഷേ പെർ ക്വാർട്ടർ 2 എത്ര ലിമിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരേ ക്വാർട്ടറിൽ നിങ്ങൾ മുംബൈ, ഡൽഹി ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരു 3-4 ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഈ 4 ട്രിപ്പിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ക്വാർട്ടർലി ലിമിറ്റ് എത്രയാണെന്ന് നോക്കി മനസ്സിലാക്കാൻ നിങ്ങളുടെ കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട്. അതുപോലെ മറ്റൊരു കാര്യം, കാർഡുകൾ തുടരെ ഡീവാല്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ കൊടുക്കാറുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് മിക്ക വർഷങ്ങളിലും അവർ മാറ്റിയിടാറുണ്ട്, തിരുത്താറുണ്ട്. ഒരു പക്ഷേ 2025 ഡിസംബറിൽ നിങ്ങൾ
ട്രാവൽ ചെയ്യുമ്പോൾ കൊച്ചി എയർപോർട്ട് ലൗഞ്ചിൽ നിങ്ങളുടെ കാർഡ് ആക്സസിബിൾ ആയിരുന്നിരിക്കാം. പക്ഷെ 2 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ആക്സസ് ആവില്ല. കാരണം കാർഡ് കമ്പനികൾ അവരുടെ ലാഭനഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലൗഞ്ചിലുള്ള നെറ്റ്വർക്കുകൾ മാറുന്നതിനനുസരിച്ച് ഈ കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അത്ര ഫ്രീക്വന്റ് ആയി ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് മുന്നേ ആ ലിസ്റ്റ് ഒന്നുകൂടെ നോക്കി വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ചമ്മലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ എയർപോർട്ട് ലൗഞ്ചുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്സസ് ചെയ്യുന്നതിന് മുന്നേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റിൽ ഷെയർ ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിനൊരു മറുപടി തരുന്നതായിരിക്കും. അതുപോലെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കും ഷെയർ ചെയ്യുക.